ചന്തക്കടവിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന പയ്യന്റെ ആലോചന ജമീലേക്ക് വീണ്ടും വന്നു. എന്താ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാത്തതെന്ന് അവര് ചോദിച്ചു. അതിനെന്താ ഉമ്മ, നമുക്ക് കൂട്ടായിട്ട് പൊയ്ക്കളയാം. പോയി ഫിക്സ് ചെയ്യുന്നൊന്നും അല്ലടാ പ്രശ്നം. 50 പവനും 1 ലക്ഷം രൂപയാ ശ്രീധരൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന ഇത്രയും രൂപ? ഒറ്റ മാർഗേ ഉള്ളൂ, അറ്റ കൈക്ക് ഈ വീട് വിൽക്കുക. അതൊന്നും വേണ്ടി വരില്ല. ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു തരാതിരിക്കില്ല. ജമീലേക്ക് ഒരാങ്ങളെ മാത്രമല്ലല്ലോ ഉള്ളത്. പണം ഉണ്ടാക്കാൻ നീ മാത്രം ബുദ്ധിമുട്ടണ്ട, ഞാനും ഇല്ലേ. എല്ലാം ശരിയാവൂടാ. എന്നാ സത്യത്തിൽ ഇപ്പൊ പൊര നിറഞ്ഞു നിൽക്കുന്ന അവളല്ല, നിങ്ങളാ. ഇപ്പോഴെങ്കിലും ഉമ്മയ്ക്ക് അത് പറയാൻ തോന്നിയല്ലോ. ജമീലയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ ഞാൻ കെട്ടും. നീ കെട്ടുക കെട്ടാതിരിക്കും എന്ത് വേണേ ചെയ്യും. മോനെ പോയി കളയരുത്, ഉമ്മ ചായ കൊണ്ടുവരാം. ഉമ്മ ചായയുടെ അവലൂസ് കൊണ്ടോ എടുത്തോ. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്ത്? വല്ല പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഉള്ള ഏതെങ്കിലും റബ്ബറച്ചായന്റെ മന്ദബുദ്ധിയായ മകളെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിക്കാം. നല്ല പൂത്ത കാശ് കിട്ടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ഏതാണ്ട് നോക്കിയിരിക്കുക. എന്ത് നോക്കിന്ന്? ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പെണ്ണെങ്ങനെ? പെണ്ണ് കൊള്ളാം, പക്ഷെ തന്ത മന്ദബുദ്ധിയാണോ എന്നൊരു ഡൗട്ട്. ഹലോ, ഞാനാ കറിയാച്ചൻ, കൈ ചൂണ്ടി. ഞാനും അച്ചായ, മേഴ്സിക്കുട്ടി. ഹലോ. എനിക്ക് അച്ചായനെ കാണാൻ കൊതിയായി. എനിക്ക് കൊതി തീരെയില്ല, ആർത്തിയാ, ആക്രാന്തമാ. നമുക്കൊന്ന് കൂടണ്ടേ? എപ്പോഴാ? നാളെ കാണാം. നമുക്ക് സീ വേവ്സ് ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ വരാം. ഡാഡി, പള്ളിക്കാട് പ്രഭാകരനല്ല, ഇനിയിപ്പോ വള്ളക്കടവ് പാക്കരനാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ലോഡ് അവിടെ തന്നെ കിടക്കും. കല്ലടോ, ഈട്ടിയാ ഈട്ടി. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ഞാൻ പോവാ. മോള് മാരുതി എടുത്തോ. ഡ്രൈവർ ആക്വരം കുടിക്കോ? മാരുതി പോവാം, പക്ഷെ രാഘവൻ വേണ്ട. അല്ലെങ്കിൽ ജോസൂട്ടിയെ വിളിച്ചോ? അതല്ലേ ഡാഡി, ഇന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. അത് വേണോ? വേണം. വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷേ ചെത്തരുത്, നോർമലായിട്ട് പയ്യെ പയ്യെ പോണം. ഓക്കേ ഡാഡി. ഓക്കേ. ഒരു ശല്യം പുറകെ കൂടിയിരിക്കുക. ഏത് ശല്യം? പൂവല ശല്യം. മനസ്സിലായില്ല. ഒരുത്തം പിന്നാലെ കൂടിയിട്ടുണ്ട്. എവിടെ പോയാലും അവന്റെ ഷേപ്പിലെസ് മോന്തയാണ് കാണുന്നത്. തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആരാ? ആ ചെത്ത് പാർട്ടി. കൈ ചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാർ വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. ഇവനെ ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടി ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ. ഹലോ. ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്. ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ, കൈ ചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരെ കൈ ചൂണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല. അങ്കിൾ, അവൻ കൈ ചൂണ്ടിയിട്ടില്ല. അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈ ചൂണ്ടി. കൈ ചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയാ. ഇതെന്റെ മോള് താരാ സക്കറിയ. ഹലോ. നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇതിവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത്? പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ. ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല, ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല. രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടി കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ട് പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യരെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ എന്നാ നീ ജീവിപ്പോയി. അങ്കിൾ എന്തോന്ന് കോംപ്രമൈസ്? എടാ നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. സർ, തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ, എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും.
നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. അരവിന്ദാക്ഷൻ ഞാനാ റോണി വിൻസെന്റ്. നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ പുതിയ ചില ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാ സാറിനെ മാത്രം അറിയിക്കാം. ശരി വെക്കട്ടെ. അപ്പൊ പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. ഇല്ലില്ല, ഞാൻ ഏറ്റു. ഓക്കെ, ശരി. ആ യെല്ലോ ഷർട്ടുകാരൻ. സോറി സാർ, ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പട്ടര് ഇതുവരെ എണീറ്റില്ലേ? ഏത് പട്ടര്? എടോ, തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. ഓ. രാവിലെ ആർക്കും കൊടുത്തോ? രാവിലെ അയക്ക് തൈര് ശാതം വേണോന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സാർ തൈര് ശാതം മേടിക്കാം? ഉം. തൈരും പിന്നെ